Brothers and sisters, welcome back to Hackers YTNC യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഹൈവ് സീരീസിലെ ഹൈവ് എന്ന് പറഞ്ഞ സെർവറിലെ എല്ലാ ഗെയിമും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുറകിൽ കാണുന്ന ഈ എല്ലാ ഗെയിമും എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ് വാർ, സർവൈവൽ ഗെയിംസ്, ദ ബ്രിഡ്ജ്, പിന്നെ ഇത് ഈ ബെഡ് വാർ, സ്കൈ വാർ, ഇതെല്ലാം ഞാൻ ഓരോരോ എപ്പിസോഡ്സ് ആയിട്ട് ഞാൻ ഇടും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്കങ്ങ് പോയേക്കാം. ഈ എപ്പിസോഡ് നമ്മൾ 2 ഗെയിംസാണ് കളിക്കുന്നത്. ചില എപ്പിസോഡ് ഞാൻ ഒരു ഗെയിംസേ കളിക്കുള്ളൂ. പിന്നെ എക്സ്പ്ലനേഷനും ചെയ്തുതരും. എഗ് വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് വാർ, എഗ് വാർ അല്ല ഗ്രൗണ്ട് വാർ. ഗ്രൗണ്ട് വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഒരു ടീം, ബ്ലൂ ടീമും ഉണ്ട്, ഗ്രീൻ ടീമും ഉണ്ട്. ഇതിനകത്ത് ഓരോരോ ടീമുകളെ നമ്മൾ നമ്മുടെ ഈ എഗ്ഗും ഒരു ബോയും പിന്നെ വേറെന്തോ കിട്ടും, എഗ്ഗും ബോയും മാത്രം. ഈ എഗ്ഗും ബോയും നമ്മൾ വെച്ചിട്ട് നമ്മൾ അപ്പുറത്തെ ടീമുകാരെ ഇങ്ങനെ ഷൂട്ട് ചെയ്യണം. എഗ്ഗ് വെച്ച് ഈ ബോ നമുക്കിങ്ങനെ എഗ്ഗ് വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് ഓരോരോ കിൽസ് എടുക്കുന്നതോറും നമ്മുടെ ഈ പകുതിയായിട്ടായിരിക്കും ഇങ്ങനെ മുറിച്ചേക്കുന്നത്. അവിടെ നിന്ന് ഈ അപ്പുറത്തെ കൊല്ലുന്നതനുസരിച്ച് ഗ്രീൻ ടീം കൊല്ലുവാണെങ്കിൽ ഗ്രീൻ ടീമിന്റെ ബ്ലോക്സ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഇങ്ങനെ ഒരു വെറൈറ്റി ഇങ്ങനെ എക്സ്പ്ലോറേഷൻ എഗ്ഗ്, ആർമർ, അങ്ങനത്തെ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരോ ഇങ്ങനെ സാധനങ്ങളൊക്കെ വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതാണ് ഈ എഗ് വാർ. ഇപ്പോൾ ഞാൻ കളിച്ച് കാണിച്ചു തരാം. എഗ് വാർ ക്ലിക്ക് ചെയ്യുക. റെഗുലർ ഗ്രൗണ്ട് വാറിനാണ്, എഗ് വാർ അല്ല, ഗ്രൗണ്ട് വാർ. എഗ് വാറിനാണ് കളിച്ചത്. ഞാനിതിൽ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. കണ്ടോ, എഗ് വാറിൽ അത്ര വലിയ റീച്ചൊന്നും ഇല്ല, 44 പേരേ ഉള്ളൂ. അത്ര പോപ്പുലർ ഗെയിമൊന്നുമല്ല എഗ് വാർ. നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ സ്കിന്നിന് ചെറിയ മാറ്റം കാണും, അതൊന്നും ശ്രദ്ധിക്കേണ്ട. ഞാൻ ഈസ്റ്റർ എഗ്ഗിൻ്റെ ഒരു ഇതുണ്ട് ഹൈവേ സീരീസിനകത്ത്. ആ എഗ്ഗ് എല്ലാം വേണമെങ്കിൽ എഗ്ഗെല്ലാം കണ്ടുപിടിക്കുന്ന എപ്പിസോഡ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എന്നാൽ ഞാനത് ഉടനെ ഇടുന്നതാണ്. പിന്നെ നമ്മൾ പിന്നെ ഈ ഗെയിം സ്റ്റാർട്ടായിട്ട് ഓരോരോ മാപ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മാപ്സ് ഒക്കെ ടൗണ്, ഞാനൊരു മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ്, ഞാൻ ഗ്രീൻ ടീമാണ്. എൻ്റെ ഇപ്പോൾ കണ്ടോണേ, ബ്ലോക്സും കാണും കേട്ടോ. ഒരു ബോയും ഒരു എഗ്ഗും, 16 എഗ്ഗും. നമ്മൾ ഇപ്പോൾ മൺഡേ കണ്ടില്ലേ, ബിൽഡ് ദ പാലസ്, അവിടെ ചെന്നിട്ട് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മളിങ്ങനെ ബിൽഡ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ബിൽഡ് ചെയ്യണം. എന്നിട്ട് നമ്മളിങ്ങനെ എഗ്ഗ് വെച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ എറിയണം. എന്നെ എറിഞ്ഞു, നോക്കട്ടെ. അല്ലെങ്കിൽ ഈ ബോ വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യണം. അതിനെക്കാളും നല്ല ഇങ്ങനെ വെച്ചിട്ട് ഇവനിക്ക് സീനാട്ടോ. നമുക്ക് നോക്കാം. ഞാൻ കളിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്. നിങ്ങൾക്ക് എൻ്റെ ലെവൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവൻ ഡയമണ്ട് ആർക്കും നോക്കാം. അതാണ് ഇപ്പൊ ഇങ്ങനെ ഓരോരോ ഇങ്ങനെ നോ പാക്ക്, എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഓരോ സാധനം വരും. ഞാൻ ഒരുത്തിനെ കൊന്നാണല്ലോ പറഞ്ഞേ. യു കിൽഡ് നോട്ട് കിളി. ഓ മൈ ഗോഡ്. പിന്നെ നമ്മുടെ എഗ്ഗൊക്കെ തീർന്ന് നമുക്ക് റീഫില്ല് ഓപ്ഷനൊക്കെ ഉണ്ട്. ഓരോരുത്തർ എറിഞ്ഞെറിഞ്ഞ് കൊല്ലണ്ട, പക്ഷെ എനിക്ക് എയർ മൊത്തം കൊള്ളുന്നത്. ഈ 15 മിനിറ്റിനകത്തേക്ക് നമുക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്യാനുള്ള സമയം. ബിൽഡ് ദ പാലസ്. പോടാ. You kills now 2 reward. Rows each. എൻ്റെ ഒല്ല കൊണ്ടില്ലടാ, എന്നാ ചെയ്യാൻ. പോകാൻ നമ്മൾ 2 റൗണ്ട് അതിൽ കൂടെ ഒന്നും കളിക്കില്ല. നമ്മൾ നോക്കും 100%. കാരണം ഇവർ കുറേ പേരുണ്ട്, ഒറ്റത്തിന് പോലും കൊണ്ടില്ല.
കണ്ടോ ഇങ്ങനെ എറിയണം. ഈ അടുത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പട. ഞാൻ ഒരുത്തിനെ കൊന്നു. കിൽസൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ എനിക്ക് ഡെത്താണ് കൂടുതൽ. ഓ നമ്മൾ തോറ്റ്. ബ്ലൂ ടീം ജയിച്ചു, നമ്മൾ ജയിച്ചു. കിൽസ് മോസ്റ്റ് എഗ് ഫയർ 130 എഗ്സ് ഒക്കെ ഫയർ ചെയ്തു. അതാണ് എൻ്റെ 15 ഡെത്ത്. ബ്ലോക്ക് പ്ലേസ് 38, 5 ബ്ലോക്ക് ഡിസ്ട്രോയിഡ്. ഷോട്ട് ഫയർഡ് ഇത്ര 2 കിൽസ്. വലിയ ഡെത്ത്സ് കൂടുതൽ. സ്റ്റാർട്ടായി. ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ് സ്റ്റാറ്റസ്. എന്റെ സ്റ്റാറ്റസ് ആണത്. ഏതാ ഡോറാബുച്ചി ഒക്കെ പോകുന്നു. ഡോറാബുച്ചി എല്ലാവർക്കും അറിയാം ഡോറാബുച്ചി ആരാണ്. നമ്മുടെ സ്വന്തം ഡോറയുടെ പ്രയാണം. ഡോറയുടെ ചേച്ചീനെ കാണാത്ത ഒരു കൊച്ചു കുട്ടി പോലും കാണില്ല. ഡോറ ചേച്ചീനെ കാണാം. ചെറുപ്പം മുതലേ ഞാൻ ഡോറയുടെ ഒരു ഫാൻ തന്നെയായിരുന്നു. ഡോറയുടെ പ്രയാണം. ഡോറയുടെ പ്രയാണം. എന്റെ മുട്ട തീർന്നു പോയാലും ഞാൻ എറിഞ്ഞടിക്കണേ. ഇനി ഇവനാ കുഞ്ഞി കാക്കൂക്കി. ആരെന്നെ കൊന്നു. ഓ ആ പന്നി അവൻ തന്നെ. അവനവിടെ ബോ വെച്ചിട്ട് എത്ര പേരെ കൊന്നു. ഡോറബുജി പോയി. ഡോറബുജി എന്തി ഇപ്പൊ ഞാൻ കണ്ടുള്ളൂ. ഡോറബുജി ഇന്നത്തെ ഏതെങ്കിലും ഉണ്ടോ? രണ്ടെണ്ണം ഞാൻ. ഇത് ഞാൻ എന്റെ മോനെ. അങ്ങനെ നമ്മൾ അത് ജയിച്ചിരിക്കുന്നു. ഇനി നമുക്ക് വേറെ ഗെയിം കളിക്കാം. അതിന്റെ അമ്മച്ചിയാണ്. അതായത് ചായ വേണമെന്ന് ചോദിക്കുന്നതാണ്. ഞാൻ ചായ ആദ്യം നമുക്ക് ഇനി അടുത്ത ഗെയിമിലോട്ട് പോവാം. ഒരു 2 മിനിറ്റ്. ചായ് അപ്പൊ ചായ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വരുമായിരിക്കും. അടുത്ത ഗെയിം ദ സർവൈവൽ ഗെയിംസ്. ഇതിനകത്ത് നമ്മളൊരു സർവൈവൽ ആളാണ്. നമ്മൾ എല്ലാവരും കൊല്ലുകയും ചെയ്യണം. നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്നാൽ നമുക്കിങ്ങനെ ട്രാക്കർ പോലത്തെ സാധനം കിട്ടും. ആ ട്രാക്കർ പോലെ സാധനം വെച്ചിട്ട് നമ്മൾ അവരെയൊക്കെ ട്രാക്ക് ചെയ്തിട്ട് അവന്മാരടുത്തുണ്ടെങ്കിൽ ഇങ്ങനെ ശബ്ദം കേൾക്കും. ആ ശബ്ദം കേട്ടിട്ട് നമ്മൾ ഓടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാരടുത്തുണ്ടെന്ന് നമുക്ക് അപ്പം മനസ്സിലാക്കും. ഞാൻ സോളോ ആണ് കളിക്കുന്നത്. എന്നിട്ട് ഞാൻ സോളോ തന്നെയാണ് കളിക്കുന്നത്. ഒന്നിലും ഞാൻ ഡ്യൂഡ്സ് അങ്ങനെ മൾട്ടി ആയിട്ടൊന്നും കളിക്കുന്നില്ല. നോക്കാം. ഏറ്റവും കൂടുതൽ സീരീസ് ഉള്ള പാർക്കോർ സീരീസ് മാത്രമേ ഉള്ളൂ. പാർക്കോർ സീരീസിന് ഒരു 4 മാപ്പ് ഉണ്ട്. 4 മാപ്പൊന്നും ഞാൻ കംപ്ലീറ്റ് ആക്കൂല. ഒരു 3 മാപ്പ് മാക്സിമം. അത്രയൊക്കെ അറിയത്തുള്ളൂ. 4ാമത്തെ മാപ്പ് ഭയങ്കര പാടാ. ലാവായുടെ മാപ്പ് ഭയങ്കര പാടാ. സർവൈവൽ എല്ലാവരും ഓർക്കും നമ്മൾ അങ്ങോട്ട് ഓടരുത്. നമ്മൾ നേരെ തിരിഞ്ഞോടണം. എല്ലാം ഇപ്പം അങ്ങോട്ട് ഓടും. നമ്മൾ തിരിഞ്ഞോടുക. കാരണം എന്താ അവന്മാർ അവിടെ ചെന്നിട്ട് എല്ലാ സാധനം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെയുള്ള എല്ലാ സാധനവും എടുക്കും. ഒരു ആക്സ് പെട്ടെന്ന്
ബോ 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 ബട്ടർ ലെവൽ 1 ചെസ്റ്റ് ആണ്. ഓടാ ഈ സാധനം ഒന്നും കിട്ടും നമ്മളെ ഇൻവെന്ററിക്കകത്തൊന്നും കാണൂല. ആക്സ് 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 ആക്സ്. ഓ നോ ബ്രോ ബ്രദർ വൈ ബ്രോ. ഇപ്പൊ ബാറ്റിൽ ആരംഭിക്കും. ആക്സ് എന്ത് ആക്സ് ആക്സ് ടെസ്റ്റ് ടെസ്റ്റ്. ജസ്റ്റ് നമ്മൾ തുറന്നു നോക്കുന്നില്ല. നമ്മളിങ്ങനെ നേരെയും എടുക്കുന്നു ഓടുന്നു. ഏതാണ് അതിൻ്റെ പറയുന്നത്? അതിൻ്റെ ഏതാണ്ടോ. ഓ കില്ലിങ്ങിൻ്റെ തുടക്കം തുടങ്ങിട്ടോ ഭയങ്കര കില്ലിങ്ങാ. ഓയോ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ ജസ്റ്റ് പൊട്ടിക്കത്തേ ഉള്ളൂ. തുറന്നു നോക്കുന്ന സമയം കൊണ്ട് ബൈക്കുള്ള നമ്മളെ നമ്മൾ തട്ടും. ഇതിനും കണ്ടിട്ടുണ്ടോ? ഇതൊന്നും പെട്ടെന്ന് ആരും ശ്രദ്ധിക്കത്തൊന്നുമില്ല. ചിലപ്പോൾ അവസാനം വരുന്ന ഞാനായിരിക്കും. കാരണം ഞാൻ ഒറ്റ കയ്യിൽ ഞാൻ പെടുന്നില്ലല്ലോ. ഇതാണ് ട്രാക്കിംഗ് ഡിവൈസ്. അത് കിട്ടുന്നില്ല. എടാ പോടാ. ഇൻവെർട്ടർ എടുത്തേ. അയൺ സോഡില്ല. ഈ സാധനം ഇതട്ടോ അയണ്ട സാധനം. പിന്നെ ഇത് കൈ വെച്ചോ ആവശ്യം വരും. പിന്നെന്നാ വേണ്ട, പിന്നൊന്നുമില്ല. ആ സാധനം വേണം. ആ സാധനം ഉടൻ സോഡൊന്നും നമുക്കൊന്നും വേണ്ട. നമ്മളങ്ങോട്ട് അയ്യോ ആരെന്നെ തല്ലി. ഹീറോ ബ്രെയിൻ. ഞാൻ പറഞ്ഞേ ഹീറോ ബ്രെയിൻ. എന്തെങ്കിലും കക്കൂസ് ബ്രെയിനെങ്കിലോട്ടെ, എന്നാ ബ്രെയിനെങ്കിലോട്ടെ. ഇതാണ് ജസ്റ്റ് ഭയങ്കര ഇതായല്ലോ. നമ്മൾ 2 അല്ലെങ്കിൽ 3 മാച്ച് കളിക്കും, അത്രേ ഉള്ളൂ. നമുക്കെന്നാ അത് ഫ്രണ്ട് ജസ്റ്റ് പോകുന്ന സേഫ് ഒന്നുമില്ല. പെട്ടെന്നെല്ലാം ഇങ്ങനെ പെട്ടെന്ന് എടുക്കണം. ഷിഫ്റ്റിങ് എടുത്താൽ മതി. പെട്ടെന്നെല്ലാം കൈ കിട്ടും. ഫസ്റ്റ് തന്നെ ഓടി അവിടെ എത്തണം. എന്നിട്ടങ്ങ് അടി ഓടണം. എന്നിട്ട് ഓടണം പിന്നെ. അയ്യാ ഹൈവിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോൾ ഡാമേജ് അടിക്കില്ല. ഗെയിംസിന്റെ ഉള്ളിലല്ല, ഈ ലോബി കയറുമ്പോൾ നമുക്ക് ഫോൾ ഡാമേജ് അടിക്കില്ല. അതൊരു പ്ലസ് പോയിന്റാ. ഒന്ന് പെട്ടെന്ന് സ്റ്റാർട്ടാവടോ. ഡേവിക്കസ് ഒക്കെ ഫസ്റ്റ് ഓട്. ഊച്ചാളി കാരണം ഇവന്റെ പുറകെ പോവാതെ. ഇവിടെ ഓരോ നല്ല ഡാമേജ് ചത്തു. പോടാ. ഒരു ഗെയിം കൂടെ കളിക്കാം. വൺ മോർ. അതെന്നെ ഭയങ്കര എനിക്ക് സർവൈവൽസ് എന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ള സാധനമാണ്. ഒച്ചടിക്ക എൻ്റെ ഫോൺ 24. സർവൈവൽസിന് അത്യാവശ്യം റീച്ച് ഉണ്ട് കേട്ടാ. പക്ഷെ ഇതുപോലെയെല്ലാം മറ്റേ ഗെയിമുണ്ട് വരുന്ന ബെഡ് വാറിൽ എൻ്റെ പോലെ പുതിയ സാധനമുണ്ട്. 1v1 2 പേര് ഇങ്ങനെ ഓരോരോ ചെസ്റ്റ് 4 ചെസ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ 1v1 ഒക്കെ കളിക്കാൻ പറ്റും. 1v1 എനിക്ക് ഓടിക്കോ. ഒരു പന്നി ഏതോ പന്നി മുടിഞ്ഞു പോട്ടെ. അവൻ എൻ്റെ സോഡ് എടുത്തുണ്ട്. ലെഫ്റ്റ് ഫൈറ്റ് ഏർലിയേ അവന് നേരത്തെ അവൻ മുങ്ങിയവനാ. ഞാനിതൊന്നും നോക്കൂല. ഞാൻ പൊട്ടിക്കടാ.
എൻ്റെ പുറകത്തിനില്ല. ഫൈനൽ ഡിസോർഡ് കിട്ടി ബ്രോ. അതെങ്ങനെ അവനെ അവൻ ചത്തേ ചത്തേ ഭാഗ്യവേ. മതി. ഇതൊന്നും ലോഡാട്ടെ, ചങ്ങൽ ലോഡാട്ടെ. എനിക്ക് ചെറുതായിട്ട് ലാഗ് അടിക്കട്ടെ. അപ്പൊ ഇന്നത്തെ ഹൈവ് സീരീസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും താങ്ക്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പക്ഷെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് ഷെയർ ചെയ്യുക. പിന്നെയും ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കണ്ടതിന് എനിക്ക് ഭയങ്കര സന്തോഷം. ഈ വീഡിയോ കണ്ടതിന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ.